ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ വിക്രം നല്ല ഉറക്കത്തിലാണ്. വേദമുറിയിലേക്ക് ന്യൂസ് പേപ്പറുമായിട്ട് വരും. വിക്രം ഉറങ്ങുന്നത് നോക്കി നിന്നിട്ട് അടുത്തേക്ക് ചെന്ന് ചെവിയുടെ അടുത്ത് വരെ എത്തിയിട്ട് വിക്രു എന്ന് ഉച്ചത്തിലങ്ങ് വിളിക്കുമ്പോ എന്റെ അമ്മോ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ചാടി എഴുന്നേൽക്കാം. നിനക്ക് എന്താടി വട്ടാണോ? അപ്പൊ വേദ പറയും, അതെ, നിങ്ങളെ കാണുമ്പോ എനിക്ക് എന്തോ ഇടയ്ക്കിടയ്ക്ക് വട്ടാവുന്നുണ്ട്. എന്തേ, ആ വട്ടം നല്ലതല്ലേ വിക്രമ? വിക്രം പറയും, അത് മാറ്റാനുള്ള മരുന്ന് എനിക്കറിയാം. വേദ പറയും, എയ്യേ വെറുതെ പറയുന്ന, അതൊന്നും നിങ്ങൾക്കറിയില്ല. അതിൽ വിക്രം ഡി. വേദ പറയും, പതുക്കെ, ആ നന്ദിനിയടുത്തേ ഈ അടുത്തൊക്കെ കാണും എന്ന് പറഞ്ഞ് വിക്രമിന്റെ അടുത്തേക്ക് ചെന്നിരിക്കും കട്ടില്. നമ്മൾ തമ്മിലുള്ള പ്രണയ സല്ലാപങ്ങള് നന്ദിനി അടുത്ത് കേൾക്കുന്നത് എന്തിനാ വിക്രം എന്ന് പറഞ്ഞ് പാത്രം കൊണ്ട് ചെറിയൊരു അടി വെച്ചു കൊടുക്കും. വിക്രം ചോദിക്കും, എടി നിനക്ക് ഒരു നാണോ ഇല്ലേ? വേദ പറയും, ഭർത്താക്കന്മാരുടെ അടുത്ത് ഭാര്യമാര് നാണിക്കുന്നത് എന്തിനാണ് വിക്രം? ഇയാൾ താനി കടുപ്പൊട്ടം തന്നെ. അത് കേൾക്കുന്ന വിക്രം അവിടെ നിന്നിട്ട് പോകാൻ തുടങ്ങുമ്പോ, ഏയ് പോവല്ലേ, ഒരു പ്രധാന കാര്യം അറിയിക്കാനാ ഞാൻ വന്നത്. ദേ, രാവിലെ പത്രത്തിൽ കണ്ടതാ, റൂറൽ എക്സ്പി ആയി ചിത്രലേഖ ശശീന്ദ്രൻ ചാർജ് എടുത്തിരിക്കുന്നു. വിക്രം ചോദിക്കും, അതിന് ഞാനെന്ത് വേണം? വേദ പറയും, എസ് പിയുടെ ജൂറി സെക്ഷനിലാ ഈ ഏരിയ. വിക്രം പറയും, അതുകൊണ്ട്? വേദ പറയും, ആദ്യമായി അടിച്ചു തീർക്കാൻ പോകുന്നത് രാഷ്ട്രീയക്കാരുടെ ഗുണ്ടകളെയാണെന്ന് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദാ വായിച്ചു നോക്ക് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ വിക്രം അത് വാങ്ങിച്ചു നോക്കണേ. വേദ പറയും, അതിലെ ഒരു പേര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ശ്രീകാര്യം ശ്രീനിവാസിന്റെ വലം കൈയായ വിക്രം സുധാകരനെ ഉടനെ അറസ്റ്റ് ചെയ്യുമെന്ന്. അത് കേൾക്കുന്ന വിക്രം ആകെ എന്ന് പേടിക്കും. വേഗത്തിലെ ധൃതിയിൽ അത് വായിച്ചു നോക്കും. ഇത് കാണുമ്പോ വേദയ്ക്ക് ചിരി വരുന്നുണ്ട്. വേദയ്ക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. എന്തേ, കണ്ടില്ലേ? വിക്രം ധൃതിയിൽ ഇങ്ങനെ നോക്കും. എവിടെ? വേദ പറയും, എസ് പി ചാർജ് എടുത്തോന്നേ ഉള്ളൂ. രണ്ടാമത് പറഞ്ഞതേ ഞാൻ കൈ നട്ടതാ. എടീ നിന്നെ ഞാൻ. അപ്പൊ വേദ പറയും, അപ്പൊ പോലീസും ജയിലെന്നൊക്കെ പറഞ്ഞ വിക്രം കുട്ടിക്ക് പേടിയുണ്ടല്ലേ? എന്നാ ഇത്തിരി പേടിച്ചോ. അവരുടെ ട്രാക്ക് റെക്കോർഡ് അത്രയ്ക്ക് നിസ്സാരമല്ല. നിങ്ങളുടെ ശ്രീകാര്യം ശ്രീനിവാസനെ അവര് പൂട്ടും. വിക്രം ചോദിക്കും, എന്തിനെ? വേദ പറയും, അയാളെപ്പോലെ ഒരു സാമൂഹ്യദ്രോഹിയെ പിന്നെ എന്ത് ചെയ്യും? വിക്രം പറയും, വായടക്കടേ, നീ ആരെ പറ്റിയാ പറയുന്നതെന്നറിയോ? വേദ പറയും, സാമൂഹ്യ വിരോധിയെ പിന്നെ ആ പേരല്ലാതെ എന്ത് വിളിക്കാനാ വിക്രമാ? അതില് വിക്രം, നിന്നെ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞ ആ പത്രം ചുരുട്ടി വേദയെ അടിക്കാനായി പിന്നാലിടും. വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോ തലേ കയറി നിരങ്ങുന്നോ, നിക്കടി അവിടെ എന്ന് പറയുമ്പോ വേദ കട്ടിലിന് ചുറ്റും. വിക്രം അതിലൂടെ ചാടി വരാൻ തുടങ്ങുമ്പോ വേണ്ട എന്ന് പറഞ്ഞ് വേദ പുറത്തേക്ക് വിടുക. വിക്രമും പിന്നാലെ ഓടും. ശ്രീജയും നന്ദിനിയും അവിടെ വരാന്തയിൽ ഉണ്ടായിരുന്നു. ശ്രീജടുത്തി എന്ന് പറഞ്ഞ വേദ ശ്രീജടുത്തിയെ മുന്നിലാക്കി ബാക്കിൽ വന്ന് നിൽക്കും. അതിൽ വിക്രം വന്നിട്ട് പറയും, മാറി നിൽക്ക് ശ്രീജടുത്തി. വേദ പറയും, അയാളെ കുറിച്ച് ഞാൻ ഇനിയും പറയും. എന്തേ, സാമൂഹ്യ വിരോധി എന്ന് പറഞ്ഞ് ശ്രീജടുത്തിയെ വിക്രമിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്ത് വേദ അവിടെ നിന്ന് ഓടും. സാമൂഹ്യ ദ്രോഹി എന്നും പറഞ്ഞ് വേദ ഇങ്ങനെ കളിച്ച് ചിരിച്ചുകൊണ്ട് ഇതൊക്കെ എൻജോയ് ചെയ്തിട്ടാ ഓടുന്നത് കേട്ടോ. മാഷും കമലയും അവിടെ നിന്ന് വരുന്നുണ്ട്. ഇതൊന്നും ഇവര് കാണുന്നില്ല. വേദ മുന്നോട്ട് നോക്കിയിട്ടല്ല ഓടുന്നത്, വിക്രമിനെ തിരിഞ്ഞു നോക്കിയിട്ടാ. നിക്കടി എവിടെയെന്ന് പറഞ്ഞ് വിക്രമും പിന്നാലെ ഉണ്ട്. നന്ദിനി ആണെങ്കിൽ എന്താ ഇതൊക്കെ എന്നും പറഞ്ഞ് നിൽക്കുക. അപ്പോഴേക്കും വേദ മാഷ് പോയി അങ്ങ് തട്ടും. പെട്ടെന്ന് മാഷ് ചെന്ന് ഇടിക്കുമ്പോ എല്ലാവരും ഞെട്ടിപ്പോവും. വേദയും വിക്രം അടിക്കാൻ വരുന്ന വിക്രം അങ്ങനെ തന്നെ സ്റ്റക്കാവും. നന്ദിനി അയ്യോ എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈവയ്ക്കണേ. മാഷാണെങ്കിൽ ഇത് കണ്ട് വിക്രമിന് അന്തം വിട്ട് നോക്കുക. കമലയ്ക്കും എന്താടാ ഇത്? ഓരോ ദിവസം കഴിയും തോറും ഈ വീട്ടിൽ ഓരോരോ ദുരന്തങ്ങൾ മാറി മാറി വന്നോണ്ടിരിക്കുക. എന്നിട്ട് നിനക്ക് കളി വിളയാട്ടം അല്ലേ? വിക്രം പറയും, അല്ലമ്മേ, അത് പിന്നെ ഞാൻ. അപ്പോഴേക്ക് നന്ദിനി ഇറങ്ങി വന്നിട്ട് പറയും, അമ്മ പറഞ്ഞത് ശരിയാ, ഇത് രണ്ടുപേരും കൂടെ നടത്തുന്ന ഒരു പ്രത്യേക തരം കളിയാ. വേദ വിക്രമിനെ സാമൂഹ്യദ്രോഹി എന്ന് വിളിക്കും. അപ്പൊ വിക്രം അവളെ അടിക്കാൻ ഓടിക്കും. അങ്ങനത്തെ പുതിയൊരു തരം കളി. അപ്പൊ വേദ വന്നിട്ട് പറയും, അയ്യോ, ഞാൻ വിക്രമിനല്ല വിളിച്ചത്. നന്ദിനി പറയും, നീ വിളിക്കുന്നത് ഞാൻ കേട്ടതാണല്ലോ, ശ്രീജ അടുത്തും കേട്ടതാ. ശ്രീജ മിണ്ടാതെ നിൽക്കുമ്പോ നന്ദിനി പറയും, ഇനി അതും ഞാൻ വെറുതെ പറയണമെന്ന് പറഞ്ഞ മിണ്ടാതെ അങ്ങ് നിന്നോളണം. അപ്പൊ ശ്രീജ തല താഴ്ത്തും. വേദ പറയും, സോറി അച്ഛാ, ആക്ച്വലി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നന്ദിനി പറയും, എന്തോന്ന് ആക്ച്വലി? ഒരു ആക്ച്വലിയും ഇല്ല. ഈ കുടുംബം ആൾക്കാരുടെ മുന്നിൽ നാണം കെട്ടതും പാവം വിശ്വട്ടും ചെയ്യില്ല, അതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ നീ കാരണമാണ്. എന്നിട്ട് അതിനെ കുറിച്ചൊന്നും ആലോചിക്കാതെ നീ വിക്രമായി ചേർന്ന് ഓട്ടക്കളി നടത്തുന്നു. നാണില്ലല്ലോ വേദ നിനക്ക്? ഇത് നിൽക്കുന്ന വിക്രം പറയും, ദേ നന്ദിനി എടുത്തി, എന്ത് വർത്താണ് ഈ പറയുന്നത്? ഞങ്ങൾ കളിക്കാൻ നോക്കിയതൊന്നുമല്ല. ഇവള് ശ്രീനിസാറിനെ കുറിച്ചാ പറഞ്ഞത്. എന്റെ മുന്നിൽ വെച്ച് ആരെങ്കിലും ശ്രീനിസാറെ കുറിച്ച് പറഞ്ഞാ ഞാൻ അടിക്കുക തന്നെ ചെയ്യും. അപ്പൊ മാഷു പറയും, എന്നാ നീ എന്നെ അടിക്കടാ. നന്ദിനി പറഞ്ഞതുപോലെ വേദ സാമൂഹ്യദ്രോഹി എന്ന് വിളിച്ചത് അയാളെയാണെങ്കിൽ അത് 100% ശരിയാണ്. ഞാനും വിളിക്കുന്നു അത് തന്നെ. രാഷ്ട്രീയത്തിന് മാത്രമല്ല, മൊത്തം ചെറുപ്പക്കാർക്കും മഹാവിപത്തായ സാമൂഹ്യദ്രോഹി തന്നെ അയാള്. എന്താ, നിനക്ക് എന്നെ തല്ലണോ എന്ന് വയ്ക്കുമ്പോ വിക്രം ഒന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കണേ. അതില് കമല, മാഷേ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അവൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ. അപ്പൊ നന്ദിനിയും പറയും, അതെ, അച്ഛൻ വെറുതെ വിക്രത്തെ പഴിചാരുവാ.
ഇതെല്ലാം ഉണ്ടായത് ഇവള് കാരണമല്ലേ? പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ പോലും പോവാത്ത വിശ്വേട്ടനെ 2 ദിവസം അകത്തിടാൻ കാരണമായത് വേറെ ആരും അല്ലല്ലോ. അന്ന് ഇവളുടെ ചേട്ടൻ തന്നെ ഇവിടെ വന്ന് പറഞ്ഞതല്ലേ. അപ്പൊ മാഷ് പറയും, എന്റെ മോനൊരു തല്ലുകൊള്ളിയായിരുന്നെങ്കിൽ അവർക്ക് ആ നാണക്കേട് ഉണ്ടാകില്ലായിരുന്നോ? വേദയോടല്ല, വേദയെ വിവാഹം ചെയ്ത ഇവനോടാണ് അവർക്ക് ശത്രുത. ആ ശത്രുതയാ അവര് വിഷത്തോട് തീർക്കാൻ നോക്കിയത്. അതിനവർ വളരെ വിദഗ്ധമായി നിന്റെ ഭർത്താവിനെ കൂടെ ഉപയോഗിച്ചു. അത് നീ മറക്കണ്ട. അത് പറയുമ്പോ നന്ദിനി തലതാഴ്ത്തും. അപ്പൊ വേദ പറയും, വിക്രം എന്നെ സീരിയസ് ആയിട്ട് തല്ലാമെന്നൊന്നുമല്ല, അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടുണ്ട്. പെട്ടെന്ന് തമാശയ്ക്ക് ഓടി വന്നപ്പോ അച്ഛനിവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടില്ല, അതാ വന്നിടിച്ചത്, സോറി. അത് കേൾക്കുമ്പോ മാഷി ചിരിച്ചിട്ട് പറയും, എന്റെ വീട്ടിൽ മക്കൾക്കിടയിൽ തമാശയും കളിയും ചിരിയും ഒക്കെ ഉണ്ടെങ്കിൽ അതിലെനിക്കും സന്തോഷമുള്ള കാര്യം തന്നെയാ. ഇത് കേൾക്കുമ്പോ വേദയുടെ മുഖത്തൊരു സന്തോഷം വരുന്നുണ്ട്. വിക്രമിനും ശ്രീജയ്ക്കും അമ്മയ്ക്കൊക്കെ. നന്ദിനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതും പറഞ്ഞ് മാഷി ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോകും. അവരെ നോക്കിക്കൊണ്ട് കമലയും. അപ്പൊ വേദ വിക്രമിന്റെ അടുത്തേക്ക് ചെന്നിട്ട് നന്ദിനി എങ്ങനെ നോക്കും. എന്നിട്ട് നന്ദിനിയോട് വയ്ക്കും, എന്തായി ഇപ്പോ സാമൂഹ്യദ്രോഹി എന്ന് പറഞ്ഞ് വിക്രമിനെ ഒന്നുകൂടെ ചൂടാക്കിക്കൊണ്ട് കളിയാക്കി ചിരിച്ച് വേദ അവിടുന്ന് പോകും. ഇത് കാണുന്ന നന്ദിനി പറയും, എടാ എടാ നാണമില്ലേടാ നിനക്ക്? വലിയ ഗുണ്ടയാണ് പോലും, തല്ലും ബഹളം ഉണ്ടാക്കുന്ന ഗുണ്ട പോലും. ഇക്കണക്കിന് പോലെ നീ തനി പെണ്ണു കുഞ്ഞാങ്ങിയാവും. പിന്നെ നിന്നെ ഗുണ്ടേന്നായിരിക്കില്ല, ഗുണ്ടീന്നായിരിക്കും വിളിക്കാൻ പോകുന്നത്. കഷ്ടം എന്ന് പറഞ്ഞ് നന്ദിനി അവിടുന്ന് പോകുമ്പോ വിക്രം ഇത് കേട്ട് ഞെട്ടി പോവാണ്. ഗുണ്ടിയോ? ശേഷം ആ പത്രം അവിടെ ഇട്ടിട്ട് ഒരു ചമ്മിയ പോലത്തെ രീതിയിൽ നിൽക്കുകയാണ് അവിടെ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദ ഓഫീസിലേക്ക് പോകാൻ റെഡി ആവുമ്പോ ശ്രീജ വന്നിട്ട് വയ്ക്കും, വേദ ഓഫീസിലേക്കാണോ? അതെ. എന്താ ശ്രീജടുത്തി? ശ്രീജ എന്തോ പറയാനായിട്ട് വന്നിരിക്കണേ. ഒന്നുമില്ല. വേദ അറിയും, അതല്ല എന്തോ പറയാൻ വേണ്ടി വന്നതാണല്ലോ. എന്താ? ശ്രീജയ്ക്ക് അങ്ങ് പറയാൻ പറ്റുന്നില്ല. അത് പിന്നെ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നതാ. ശരിക്കും പറഞ്ഞ വിശ്വേട്ടൻ ജയിലിൽ നിന്ന് പുറത്തു വന്നത് മുതല്. എന്താ ശ്രീജടുത്തി? വീണ്ടും ചോദിക്കുമ്പോ ശ്രീജ പറയും, വിശ്വേട്ടനെ പുറത്തിറക്കാൻ നീ കുറെ ബുദ്ധിമുട്ടിന്നറിയാം, എന്നിട്ടും ഒരു താങ്ക്സ് പോലും ഞാൻ പറഞ്ഞില്ല. വേദ ചിരിച്ചിട്ട് പറയും, അത്തരം ഫോർമാലിറ്റീസ് നമുക്കിടയിൽ വേണോ എന്ന് പറഞ്ഞ് ശ്രീജടുത്തിയുടെ തോളിൽ കൈവയ്ക്കും. ശ്രീജ പറയും, പറ്റില്ല, പക്ഷേ ഒരു സോറി പറയാതെ പറ്റില്ലെന്ന് തോന്നി. വേദ പറയും, സോറിയോ? എന്നോടോ? എന്തിന്? അത് പിന്നെ വിശ്വേട്ടനകത്തിടുന്ന സമയത്ത് ഞാൻ നിന്നോട് കുറച്ച് മോശമായിട്ട് പെരുമാറി. നീ കാരണമാണ് സംഭവിച്ചതെന്ന് ഞാനും വിശ്വസിച്ചു. അല്ല, നിന്റെ മനസ്സിലതൊന്നും ഇല്ലല്ലോ അല്ലേ? വേദ പറയും, വിശ്വേട്ടൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് സങ്കടവും ദേഷ്യവും സഹിക്കാൻ വയ്യാതെ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി അതെല്ലാം മനസ്സിൽ വെച്ച് നടക്കണോ ശ്രീജടുത്തി? നിങ്ങളുടെ ഉള്ളില് തരിപ്പും ദേഷ്യവും ഇല്ലെന്ന് എനിക്കറിഞ്ഞൂടെ? ശ്രീജടുത്തിക്ക് സന്തോഷാവുന്നുണ്ട്. നിന്നോട് എനിക്ക് ഒരിക്കലും ദേഷ്യം തോന്നിയിട്ടില്ല വേദ. നീ പറഞ്ഞതുപോലെ എന്റെ വിഷമായിരുന്നു ഞാൻ പറഞ്ഞു തീർത്തത് മുഴുവൻ. ഞാനൊരു കാര്യം ചോദിച്ചാ വേദ എന്നോട് സത്യം പറയോ? വേദ പറയും, ശ്രീജടുത്തിയോട് ഞാനെന്തിനാ നുണ പറയുന്നേ? നുണ പറയില്ലെന്ന് എനിക്കറിയാം, പക്ഷേ ചില കാര്യങ്ങള് പറയണമെന്നില്ലല്ലോ. വേദ പറയും, എനിക്കൊന്നും വിളിക്കാനില്ല ശ്രീജടുത്തി, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. എന്താ അറിയേണ്ടത്? ശ്രീജ പറയും, നീ എല്ലാ കാലത്തും ഈ വീട്ടിലുണ്ടാവണം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിക്രമും നീയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തീരണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ ഇത്രയും നാള് കഴിഞ്ഞിട്ടും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തില് ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോ ശ്രീജടുത്തി എന്താ ഉദ്ദേശിക്കുന്നത്? ശ്രീജ പറയും, എത്ര കാലം നിങ്ങൾ ഇങ്ങനെ ജീവിക്കും വേദ? വിവാഹം കഴിഞ്ഞ് കയറി വരുന്ന പെണ്ണിനെ ആ വീട്ടിലെ എല്ലാം അവളുടെ ഭർത്താവാണ്. വിശ്വേട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് കരുത് എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുമോ? ഈ വീട്ടില് നീ ആദ്യം മുതലേ ഒറ്റയ്ക്കായിരുന്നോ? എന്നിട്ടും നിനക്ക് എന്ത് ധൈര്യമായിരുന്നു ഈ വീട്ടിലെല്ലാവരും നിന്നെ സ്നേഹിക്കുന്നു, അത്രയും കാലം കാത്തിരിക്കുന്നു എന്ന് നീ എന്തുറപ്പിലാ വിശ്വസിച്ചത്? വേദ പറയും, എന്തുറപ്പിലാണെങ്കിലും അവസാനം അങ്ങനെ തന്നെ സംഭവിച്ചില്ലേ ശ്രീജടുത്തി? അമ്മയും ശ്രീജടുത്തിയും മറ്റംഗങ്ങളും ഈ വീട്ടിലെ അംഗത്തെ പോലെ തന്നെ എന്നെ കണ്ടില്ലേ? അത് പുറത്തേക്ക് അംഗീകരിക്കാതിരുന്ന അച്ഛൻ പോലും അവസാനം മകളായിട്ട് എന്നെ അംഗീകരിച്ചില്ലേ? പക്ഷേ അംഗീകരിക്കേണ്ട ആള് നിന്നെ അംഗീകരിച്ചു വേദ. നിങ്ങൾ തമ്മിലുള്ള വാക്കും തർക്കമൊക്കെ സ്നേഹത്തിന്റെ പല ഘടനകളാണെന്ന് വിശ്വസിക്കാനായിരുന്നു ഇത്രയും നാളും എനിക്കിഷ്ടം. പക്ഷേ അത് അങ്ങനെയാണോ എന്ന് എനിക്കിപ്പോ സംശയമുണ്ട് വേദ. മനസ്സുകൊണ്ട് നീ ഒരു ജീവിതം ആഗ്രഹിക്കുന്നില്ലേ? വേദ പറയും, ശ്രീജടുത്തി ചോദിക്കാൻ വന്നത് എന്താണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഞങ്ങളിപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ എന്നല്ലേ? ശ്രീജ പറയും, അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ മോളെ? വേദ പറയും, അതെ, പക്ഷെ അതിലും പ്രധാനപ്പെട്ടൊരു ഘട്ടത്തിലൂടെയാ ഞങ്ങൾ ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴോ? വർഷങ്ങളോളം പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവരെ കുറിച്ച് ശ്രീജടുത്തി കേട്ടിട്ടില്ലേ? ഒന്നിച്ച് ജീവിക്കാനും കഴിയാനുള്ള ആഗ്രഹം അവര് വർഷങ്ങളോളം മനസ്സിൽ കൊണ്ടു നടക്കാറില്ലേ? 2 സ്ഥലങ്ങളിൽ 2 സാഹചര്യങ്ങളിൽ വല്ലപ്പോഴും കാണാൻ പറ്റുന്ന രീതിയിൽ ജീവിക്കുമ്പോഴും അവരുടെ ഉള്ളിലെ ഇഷ്ടത്തിന് കുറവുണ്ടാകുന്നുണ്ടോ? പകരം അത് നാൾക്ക് നാൾ വർദ്ധിക്കല്ലേ ചെയ്യുന്നത്? ശ്രീജ പറയും, അത് പക്ഷെ പ്രേമിക്കുന്നവര് തമ്മിലല്ലേ? വേദാപ്പ പറയും, ഞങ്ങള് തമ്മിൽ പ്രേമിക്കുന്നില്ലെന്ന് ആരാ പറഞ്ഞത്? ശ്രീജ ഇങ്ങനെ ഷോക്കായി നിൽക്കും. വേദ പറയും, ഞാനും വിക്രമും തമ്മില് കടുത്ത പ്രണയത്തിലാണ് ശ്രീജടുത്തി. ആ പ്രേമത്തിന്റെ മൂർധന്യതയിൽ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങും. പക്ഷെ അതിനുള്ള സമയമാവുന്നതേ ഉള്ളൂ എന്ന് മാത്രം.
ഒരുപക്ഷെ കാണുന്നവർക്ക് പിടികിട്ടാത്ത ഒരു വിചിത്രമായ പ്രണയമായിരിക്കും ഞങ്ങളുടേത്. അതുകൊണ്ടാ ഞങ്ങൾ തമ്മിൽ ചേർച്ചയില്ലല്ലോ എന്ന് ശ്രീചേട്ടത്തിക്ക് അടക്കം തോന്നുന്നത്. ചേർച്ചയില്ലെന്നല്ല മോളെ ഞാൻ പറഞ്ഞത്. വേദ പറയും, മനസ്സിലായി. മറ്റുള്ളവർക്ക് മനസ്സിലാവാത്ത രീതിയില് ഞങ്ങളുടെ തമ്മിലുള്ള പ്രണയം പുറത്ത് കാണുന്നില്ല എന്നുള്ളതല്ലേ. അത് സാരല്ല ശ്രീചേട്ടത്തി, ഞങ്ങളുടെ ഇഷ്ടത്തിന്റെ രീതികൾ ഇങ്ങനെയാണ്. പിന്നെ ഒരു കാര്യം ശ്രീചേട്ടത്തി ഉറപ്പിച്ചോളൂ, ഞങ്ങൾക്ക് തമ്മിൽ അകന്നിരിക്കാനാവില്ല. പോരെ? എന്നാ പിന്നെ ഞാൻ വരട്ടെ. ശ്രീചേട്ടത്തിക്കും ഇത് കേൾക്കുമ്പോൾ സന്തോഷാവുന്നുണ്ട്. അങ്ങനെ അത്രയും പറഞ്ഞുകൊണ്ട് വേദ ജോലിക്ക് പോവാണ്. അങ്ങനെ വേദ പുറത്തിറങ്ങുന്ന സമയത്ത് വിക്രം ഉണ്ടാവും റെഡിയായി വരുന്നേ. വേദയെ കാണുമ്പോ ഓഫീസിലേക്കാണോ? വേദ പറയും, ആ അതെ. വിക്രം പറയും, ഞാനാ വഴിക്കാ, വേണേയും കൊണ്ടുവിടാം എന്ന് പറഞ്ഞ് വിളിച്ച് വിക്രം ബൈക്കിൽ കയറുന്ന സമയത്ത് വേദ ഞെട്ടി നിൽക്കാ. അയ്യോ എന്നെയോ? വിക്രം ചോദിക്കും, വേറെ ആരാ അവിടെ ഉള്ളത്? വേദയ്ക്കും ശരിക്കും ബോധത്ത് പറഞ്ഞ തന്നെയാണോ? വിക്രം പറയും, അതെ. എന്തേ? അല്ല, ഞാൻ സ്വപ്നം കാണുന്നൊന്നും അല്ലല്ലോ എന്നറിയാൻ വേണ്ടിട്ടാ. ഓ കൊഞ്ചാ നിക്കത, വാ പെണ്ണേ. അതൊരു സമയമില്ലാത്ത നേരത്ത്. ഇത് കേൾക്കുമ്പോ വേദയ്ക്കും ചിരി വരും. വിക്രം ബുള്ളറ്റ് കയറി ഹെൽമെറ്റ് ഒക്കെ വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാ. ഓക്കെ എന്ന് പറഞ്ഞ് വേദയും ബുള്ളറ്റിൽ കയറും. അങ്ങനെ രണ്ടുപേരും കൂടെ ബുള്ളറ്റില് വേദയുടെ ഓഫീസിലേക്ക് പോവാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഓഫീസിലാണ്. വേദ അങ്ങോട്ട് കയറുമ്പോ തന്നെ അവിടെയുള്ള ബാക്കി വക്കീൽമാരോ സ്റ്റാഫൊക്കെ പറയും, ആ വേദ വക്കീലേ, കോടതിയിലെ കസർത്ത് കേട്ടു. അങ്ങനെയൊന്നുമില്ല. ആദ്യത്തെ കേസായതുകൊണ്ട് അതിന്റെ ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു. എന്നാലും ഹസ്ബൻഡിന്റെ ചേട്ടനെ പുറത്തിറക്കിന്ന് അഭിമാനിക്കാലോ. അതും സ്വന്തം ചേട്ടനോട് ഫൈറ്റ് ചെയ്തിട്ടാണെങ്കിലും. അതെ, ഞങ്ങളൊക്കെ ആദ്യത്തെ കേസ് വാദിച്ചത് എത്ര കാലം കഴിഞ്ഞിട്ടാണെന്ന് അറിയാമോ എന്ന് വേറെയും വക്കീലന്മാരിങ്ങനെ സംസാരിക്കുക. അവധി പറയാനാ ആദ്യം തന്നെ പോയിട്ടുള്ളത്. വേദ പക്ഷേ കേസ് വാദിക്കാൻ ആദ്യം തന്നെ പോയില്ലേ. അത് തന്നെ വലിയ ഭാഗ്യല്ലേ. വേദ പറയും, ചക്രവാണി സാർ എന്നോട് കേസ് വാദിക്കാൻ പറഞ്ഞതുകൊണ്ടാ. സാറിന് നല്ല കോൺഫിഡൻസ് ആയിരുന്നു. വേദ പറയും, ഞാൻ സാറിനോട് ഹാജരാവാൻ ആവശ്യപ്പെട്ടത്. ഇത് പിന്നെ വാദിച്ച് ജയിച്ചാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആദ്യത്തെ 2 തവണ അടി കിട്ടിയപ്പോ എല്ലാം ഞാൻ തീർന്നു എന്ന് വിചാരിച്ചതാ. പക്ഷേ തിരിച്ച് നാടകീയമായി ശ്രീയേട്ടൻ പിന്മാറുന്നേ ഞാനും കരുതിയില്ല. ഒരുപക്ഷെ കോടതിയിൽ വെച്ച് ആവണ്ടെന്ന് കരുതിയിട്ടായിരിക്കും. വേദ പറയും, അതിന്റെ പിന്നിൽ വിക്രം എന്തോ ഒപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് എത്ര ചോദിച്ചിട്ടും പറയുന്നുമില്ല. എന്റെ മുന്നിലെ കേസ് തോൽക്കുന്നുള്ള നാണക്കേട് കൊണ്ടെന്നാ വിക്രം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാനത് വിശ്വസിച്ചിട്ടില്ല. അപ്പോഴേക്കും ചക്രവാണി സാർ എടുത്താട്ടോ കാണിക്കുന്നത്. പിയൂണിനോട് വേദ വക്കീലിനെ വിളിക്കാൻ പറയാ. വേദ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും വേദ വക്കീലിനെ സാറ് വിളിക്കുന്നു. അങ്ങനെ വേദ ചക്രവാണി സാർ അടുത്ത് ചെല്ലുമ്പോ സാറും വേദയെ അഭിനന്ദിക്കുകയാണ്. പിന്നെ അത് വേദയുടെ മിടുക്ക് മാത്രമല്ല കേട്ടോ. വേദ പറയും, എനിക്കറിയാം ശ്രീയേട്ടൻ വിഡ്രോ ചെയ്യുന്ന ഞാൻ കരുതിയില്ല. ചക്രവാണി സാർ പറയും, ഇതിന്റെ പിന്നിലെ വേദയുടെ ക്രെഡിറ്റ് മാത്രമല്ല, പുറത്തുനിന്നുള്ള എന്തോ കൂടെ ഉണ്ട്. ആരോ അയാളെ പിൻവാങ്ങാൻ ശക്തിയായി പ്രേരിപ്പിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. വേദ പറയും, എനിക്കും തോന്നുന്നുണ്ട് സാർ. താനിവിടെ ജോയിൻ ചെയ്യുമ്പോ ശങ്കരനാരായണൻ സാറിന്റെ മകളാണെന്ന് മാത്രമേ എനിക്ക് അറിയണ്ടായിരുന്നുള്ളൂ. പക്ഷേ വിക്രം സുധാകരന്റെ ഭാര്യയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ശ്രീകാര്യ ശ്രീനിവാസിന്റെ ഒരുപാട് കേസുകൾ ഈ ഓഫീസാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ചില കേസുകൾ നമ്മൾ തന്നെയാണ് നടത്തുന്നത്. ഇനി അതെല്ലാം വേദയെ കൂടെ ഏൽപ്പിക്കാലോ അല്ലേ? അത് സാർ. വേദ അങ്ങനെ പറയുമ്പോ സാറോയ്ക്കും, എന്താ ബുദ്ധിമുട്ടുണ്ടോ? വേദയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇന്ന് രാവിലെ ശ്രീനിവാസൻ എന്നെ വിളിച്ചിരുന്നു. വിക്രം അയാളുടെ കൂടെ നിൽക്കുന്നതിൽ തനിക്ക് ഒരു താല്പര്യമില്ലെന്ന് പറഞ്ഞു. വേദ പറയും, വിക്രമിനെ ആ ടീമിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സാർ. ക്രിമിനലുകളും കേസുകളും പെരുകുമ്പോഴല്ലേടോ നമുക്ക് വക്കീലന്മാർക്ക് പണി ഉണ്ടാവുന്നത്. വേദ പറയും, പക്ഷേ സ്വന്തം ഭർത്താവ് ക്രിമിനലാണെന്ന് ഒരു ഭാര്യയും ആഗ്രഹിക്കില്ലല്ലോ സാർ. അപ്പൊ അയാൾ ചിരിച്ചിട്ട് പറയും, ദാറ്റ് ഇസ് ട്രൂ. തന്റെ ഹസ്ബൻഡായ വിക്രമിനെ എനിക്ക് മുന്നേ അറിയാന്ന് പറഞ്ഞ അയാൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ. എന്ന് വെച്ചാ വിക്രമിന്റെ കേസ് നടക്കുന്ന കാലത്ത്. അപ്പൊ ചക്രവാണി സാർ പറയും, അതെ അതെ, അന്ന് ഞാനായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ. അതായത് നിങ്ങളുടെ ഭർത്താവിന് ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത വക്കീൽ ഞാനായിരുന്നു എന്ന്. വേദ അങ്ങനെ ഞെട്ടിപ്പോകും. വേദ ഇത് കേട്ടിങ്ങനെ എന്തോ ആലോചിക്കുമ്പോ അങ്ങേരയ്ക്കും, താൻ എന്തായി ആലോചിക്കുന്നേ? വേദയ്ക്കും, അപ്പൊ ആ കേസിനെ കുറിച്ച് സാറിന് ഡീറ്റെയിൽ ആയിട്ട് അറിയാലോ അല്ലേ? വർഷങ്ങൾക്ക് മുമ്പുള്ള കേസല്ലേ, ഡീറ്റെയിൽസ് ഒക്കെ ആരാലോചിച്ചിരിക്കാനാ? എന്തോ മയക്കുമരുന്ന് കേസായിരുന്നു എന്നൊരു സംശയമുണ്ട്. കമ്പ്യൂട്ടറിൽ ഡീറ്റെയിൽസ് ഉണ്ടാകും. വേദയ്ക്കും, എനിക്കതൊന്ന് പരിശോധിക്കാമോ സർ? ചക്രവാണി സാർ പറയും, പിന്നെ തീർച്ചയായിട്ടും നോക്കാലോ. വേദയ്ക്ക് സന്തോഷവും. താങ്ക് യു സർ. അങ്ങനെ ശേഷം അവര് ചില കേസിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കണേ. ശരി സാർ എന്ന് പറഞ്ഞ് വേദ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോ ചക്രവാണി സാറ് വീണ്ടും വിളിക്കും. വേദ, ശ്രീനിവാസൻ സാറെ ഒരു കാര്യം പ്രത്യേകം പറയാൻ പറഞ്ഞു. വിക്രത്തെ അയാൾ ഒരിക്കലും ഇനി തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കില്ല എന്ന്. അത് കേൾക്കുമ്പോ വേദ എന്ന് മാത്രാ പറയുന്നത്. എങ്കിലും ഓക്കെ എന്ന് പറഞ്ഞിട്ട് വേദയോട് പോയിക്കോളാൻ പറയാ. അങ്ങനെ വേദ ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വീട്ടിലാട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്. മാഷ് എപ്പോഴും ഉമ്മറത്തിരുന്ന് പത്രം വായിക്കാണ്. അപ്പൊ കമല ചായ കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴായിരിക്കും വേദ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് വരുന്നത് കേട്ടോ. ഇത് കാണുന്ന മാഷ് പറയും, ആ ചായ അങ്ങോട്ട് കൊടുക്ക്, വേദ ജോലി കഴിഞ്ഞ് വരുന്നതല്ലേ. വേണ്ട അച്ഛാ, അച്ഛൻ കുടിച്ചോളൂ.
അപ്പോ മാഷ് പറയും കൊടുക്കുക കമല, ഞാൻ വേറെ എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ് വേദയ്ക്ക് കൊടുക്കുമ്പോ വേദ പറയും എങ്കിൽ അതെനിക്ക് മതി, ഇത് അച്ഛനെടുത്തോളൂ. അങ്ങനെ മാഷിന് ആ ചായ കൊടുത്തിട്ട് കമല അകത്തേക്ക് പോവാണ്. അങ്ങനെ മാഷ് അവിടെ ഇരുന്ന് ഇങ്ങനെ ചായ കുടിക്കുകയാണേ. വേദ അവിടെ ഇരുന്നിട്ട് ചോദിക്കും, പണ്ടത്തെ വിക്രമിന്റെ കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇപ്പോഴത്തെ എന്റെ സാറാണല്ലേ? അപ്പൊ മാഷ് പറയും, ഓ അയാൾക്കത് ഓർമ്മയുണ്ടോ? വേദ പറയും, ഓർമ്മയൊന്നുമില്ല, എന്തോ മയക്കുമരുന്ന് കേസാണെന്ന് മാത്രമേ ഓർമ്മയുള്ളൂ. പക്ഷേ കേസിന്റെ എല്ലാ വിശദാംശങ്ങളും കമ്പ്യൂട്ടറിലുണ്ടായിരുന്നു. ഞാനതൊക്കെ പരിശോധിക്കുകയും ചെയ്തു. അന്ന് അച്ഛന്റെ ബാഗിലെ താനാണത് വെച്ചതെന്ന് വിക്രം നേരിട്ട് പറഞ്ഞ മൊഴിയായിരുന്നു. പോലീസ് കണ്ടുപിടിച്ച് തെളിയിച്ചതല്ല. മാഷ് പറയും, അവൻ തന്നെയാണെന്ന് സമ്മതിച്ച സ്ഥിതിക്ക് പോലീസിന് അത് തെളിയിക്കേണ്ട ആവശ്യം വന്നില്ല. വേദ പറയും, എന്നാലും അത് എവിടെ നിന്ന് വന്നോ? ആരാത് വിക്രമിന് എത്തിച്ചു കൊടുത്തത്? അത് ബാഗിൽ വെക്കാൻ കാരണം എന്താണ്? ആർക്കെങ്കിലും വേണ്ടിയാണോ അതോ സ്വന്തം ഉപയോഗത്തിനാണോ അത് വാങ്ങിച്ചത്? അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളില്ലേ, അതൊന്നും കോടതിയിലെ പരാമർശമായിട്ട് കണ്ടതേയില്ല. അപ്പോഴാ മാഷു അതേക്കുറിച്ച് ആലോചിക്കുന്നത്. വേദ പറയും, മയക്കുമരുന്ന് ബാഗിൽ വെച്ചത് താനാണെന്ന് വിക്രം ഏറ്റു പറയുന്നു. പ്രോസിക്യൂഷൻ വിക്രം ഒരു പെട്രോളാണെന്ന് ആരോപിക്കുന്നു. വിക്രം അത് എതിർക്കുന്നുമില്ല, തൊണ്ടി മുതൽ ഹാജരാക്കുന്നു. വിക്രമിന് ശിക്ഷ വിധിക്കുന്നു. വളരെ എളുപ്പത്തിലാണ് അതെല്ലാം കഴിഞ്ഞതെന്ന് അച്ഛന് തോന്നിയിട്ടില്ലേ? മാഷ് പറയും, ചെയ്ത തെറ്റിന്റെ ആഴം കോടതിക്ക് മനസ്സിലായതുകൊണ്ടാണല്ലോ ശിക്ഷ വിധിച്ചത്. അപ്പൊ വേദ പറയും, കോടതി ശിക്ഷ വിധിക്കുന്നത് പലപ്പോഴും തെറ്റ് ചെയ്തെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമല്ല, തെളിവുകളും സാഹചര്യങ്ങളും വെച്ചാണ്. ഒരാളത് ചെയ്തിരിക്കാം എന്ന അസംഷനോട് കൂടിയാണ്. മാഷ് പറയും, അന്നത്തെ സാഹചര്യ തെളിവുകളും അവനെതിരായിരുന്നില്ലേ? വേദ പറയും, അത് തെറ്റായിക്കൂടെ അച്ഛാ? ഇത് കേൾക്കുമ്പോ മാഷ് ഇപ്പൊ അങ്ങ് ഞെട്ടിപ്പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗം കഴിയുന്നത്. നെക്സ്റ്റ് പ്രൊമോയില് നല്ല ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനായിട്ട് വെയിറ്റ് ചെയ്യും. ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായിട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്